സുഹൃത്തുക്കളെ നമസ്കാരം. അയറും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് എവിടെയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നമുക്ക് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് KME എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 8ഓളം വില്ലയിൽ ഒരു വില്ലയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പ്രോപ്പർട്ടി വരുന്നത് 4 സെന്റിലും അതുപോലെ 3.5 സെന്റിലൊക്കെ ആയിട്ടുള്ള വില്ലകളാണ്. ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ കാണുന്ന വില്ലയാണ് നല്ലൊരു മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈനിങ്ങിൽ നിർമ്മിച്ച ഒരു കിഡിലൻ ഫ്രണ്ട് എലിവേഷനോട് കൂടിയ ഒരു കിഡിലൻ വീട്. അപ്പം ഈ വീട് നമുക്ക് 4 സെന്റിൽ 1816ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം ഇതിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. അപ്പം ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി നമുക്ക് ഏകദേശം ഒരു 3.5-4 മീറ്ററോളം വഴി സൗകര്യം ഈ പ്രോപ്പർട്ടിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുള്ളതാണ്. അതുപോലെ 8ഓളം വില്ലകളാണ് ഈ പ്രോപ്പർട്ടിയിൽ. തൊട്ടടുത്ത് ഇൻഫോ പാർക്ക്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, സിവിൽ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ എല്ലാം ഈ ഏകദേശം 4-4.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് സറൗണ്ടിങ്സ് ഏരിയയിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് 4 കിലോമീറ്ററാണ്. അപ്പോൾ ഇവിടെ 4 വില്ലകൾ സെയിലായി കഴിഞ്ഞു. ഇനി 4 വില്ലകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സ്ലൈഡിംഗ് ഗേറ്റ് CNC കട്ടിങ്ങോട് കൂടിയ GS ക്വാർട്ടറുകൾ നിർമ്മിച്ച സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഈ വീടിന് വരുന്നത്. അതുപോലെ തന്നെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ ഷീറ്റ് ഇടാനുണ്ട്, അത് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 വാഹനങ്ങൾ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. 2 XUV വാഹനം തന്നെ പാർക്ക് ചെയ്യാം. കടപ്പ കല്ലുകൾ പാകിയിരിക്കുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിരിക്കുന്നു. പല ഡിസൈനിങ്ങിലും പല കളറിലുള്ള അതുപോലെ തന്നെ പ്ലാന്റ്സ് നട്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ബേബി മെറ്റീരിയലൊക്കെ വിരിച്ച് അതിൽ തന്നെ നമുക്ക് ചെറിയ ചെടികളൊക്കെ നട്ട് ഭംഗിയാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കിണറിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്താണ് കിണർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം നല്ല വെള്ളം കിട്ടുന്ന, ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ്. അതുപോലെ ഈ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നടാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഒന്ന് കാണിക്കും. അത്യാവശ്യം ബേബി മെറ്റിലേക്ക് വിരിച്ചേക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് വർക്ക് ഏരിയക്കുള്ള സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. കിണർ നല്ല ഫ്രണ്ട് ഏരിയയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഇവിടെയൊക്കെ ചെറിയ അതുപോലെ തന്നെ വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ടിന്റെ സ്ഥാനം ഒരുക്കിയിട്ടുള്ളത്. ഒരു ചെറിയ പാസേജ് പോലെയാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയാം. അതുപോലെ ഫ്രണ്ട് ഡോറ് മഹാഗണിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതില് ചെറിയ ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഡയമണ്ട് കട്ട് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ നിന്ന് കടക്കുന്ന ലിവിംഗ് റൂമിലേക്ക് വരികയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് റൂം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയാം. TV യൂണിറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയാണ് DP-യുടെ സാധനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ V-ഗാർഡിന്റെ വയറിങ്ങും സ്വിച്ച് എല്ലാം GM-ന്റേതാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് സ്ക്വയർ ട്യൂബിൽ നല്ല ഭംഗിയിലാണ് ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതുപോലെ മൾട്ടിവുഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോളിന്റെ സ്ഥാനം. അതുപോലെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്യാസ് നൽകിയിരിക്കുന്നത് ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ ഈ സ്റ്റെയർ കേസ് ഡൈനിങ് ഹോളിന്റെ ഈ ഭാഗത്താണ് സ്റ്റെയർ കേസിന്റെ സ്ഥാനം. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറാ ബ്രാൻഡിന്റെതാണ്. അതുപോലെ മുകൾ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആണ്. LED ബൾബുകളൊക്കെ കൊടുത്ത് ആക്കിയിരിക്കുന്നു. ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം ഇത് ഗ്രാനൈറ്റ് ആണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു.
ഈ വാഷ് ബേസിൻ കൗണ്ടറോട് ചേർന്ന് തന്നെ അതിന്റെ വലതു ഭാഗത്തായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂം ഒന്ന് കാണിക്കാൻ പറ്റും. ഇവിടെയായിട്ടാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ടൈലുകളെ പറ്റി വരികയാണെങ്കിൽ വെറ്റിഫൈഡ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാൾഡ്രോബ് അവൈലബിൾ ആണ്. എല്ലാ ബെഡ്റൂമിലും നമുക്ക് വാൾഡ്രോബ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല മൾട്ടിവുഡിനാലാണ് ചെയ്തിരിക്കുന്നത്. ഫോർ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകളും ചെറിയ LED ബൾബുകളും അതുപോലെ തന്നെ വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് സീലിംഗ് വർക്ക് മനോഹരമാക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെയായിട്ടാണ് നമുക്ക് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ബാത്റൂം നല്ലധികം വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വുഡൻ ടച്ചിന് അനുഭവപ്പെടുന്ന വുഡൻ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സെറാ ബ്രാൻഡിന്റെ ഒരു വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ ഡൈനിങ് ഹോളിൽ നിന്ന് ഈ ഭാഗത്താണ് നമുക്ക് കിച്ചന്റെ സ്ഥാനം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ മോഡുലർ കിച്ചൺ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെറിയ LED ബൾബുകളും ചെറിയ LED ബൾബുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ പ്ലാന്റ്സ് എന്തെങ്കിലും വെക്കാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതുപോലെ നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ്. ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബ് ആണ്. അതിൽ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. നോക്കുമ്പോൾ പിന്നെ ധാരാളം കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മൾട്ടിവുഡിനാലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുമ്പോൾ ഇവിടെയായിട്ടാണ് സിങ്കിന്റെ സ്ഥാനം. ഈ ടാപ്പ് വരുന്നത് സെറാഡയാണ്. അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെയും സിങ്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കണ്ട് ഡൈനിങ് ഹോളിനോട് ചേർന്ന് നമുക്ക് ഡൈനിങ് ഹോളിൽ നിന്ന് തന്നെ കിച്ചണിലേക്ക് കടന്നു. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കടന്നു. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ്. ഏകദേശം ഒരു 10 സൈസ് ആണ് ഈ ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ വാൾഡ്രോബ് ഇവിടെ വാൾഡ്രോബ് നൽകിയിരിക്കുന്നു. കുട്ടികൾക്കൊക്കെ കിടക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഇത് ഒരുക്കിയിട്ട് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ റൂമിൽ നിന്ന് ഡയറക്റ്റ് ഡൈനിങ് ഹോളിലെത്തി. ഡൈനിങ് ഹോളിൽ നിന്ന് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കേണ്ടത്. അപ്പൊ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ അതുപോലെ വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹാൻഡ് റെയിലേക്ക് പറയുകയാണെങ്കിൽ വുഡൻ വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പുകളിലായി ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ കടക്കുമ്പോൾ തന്നെ നേരെ ഡയറക്റ്റ് കടക്കുന്നത് ഗസ്റ്റ് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. അപ്പൊ അപ്പർ ലിവിംഗ് ഏരിയയിലെത്തി. അപ്പർ ലിവിംഗ് ഏരിയയിൽ ഇവിടെയും നമുക്ക് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്താണ് TV യൂണിറ്റിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ നല്ല പ്രൊഫൈൽ ലൈറ്റുകളും LED ബൾബുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയായിട്ടാണ് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അപ്പൊ ഇവിടെ വാൾഡ്രോബ് നൽകിയിരിക്കുന്നു. ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്കൊരു ബാത്റൂമിന്റെ സ്ഥാനം. ബാത്റൂമും ഒക്കെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകിയിരിക്കുന്നു. അപ്പൊ നമ്മള് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നു. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. താഴത്തെ ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂമാണ്. അതുപോലെ മുകളിലെ 2 ബെഡ്റൂമും വലിയ ബെഡ്റൂം തന്നെയാണ്. താഴെ ഒരു ചെറിയ ബെഡ്റൂമാണുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഈ ബെഡ്റൂം നോക്കി മാസ്റ്റർ ബെഡ്റൂമാണ്. എല്ലാ മാസ്റ്റർ ബെഡ്റൂമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആ വാൾഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ അതിനോട് ചേർത്ത് സെയിം ഒരു വളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഇവിടെയായിട്ട് ബാത്റൂമിന്റെ സ്ഥാനം നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്ക് നാലാമത്തെ ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ നൽകിയിരിക്കുന്നത്. നല്ലൊരു
നല്ല രീതിയിലാണ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കവേർഡ് ആയിട്ടാണെങ്കിൽ തന്നെ ഫുള്ളായിട്ട് മറച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള ഒരു സ്പേസ്, ഒരു സ്റ്റെയർ ഇവിടെ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു. മുകളിൽ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഷീറ്റ് ഇട്ട് നൽകുന്നതായിരിക്കും. അപ്പൊ അവിടെയൊക്കെ തുണി വിരിച്ചിടാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് എടുക്കാം. അപ്പൊ ബാൽക്കണിയിലേക്ക് എടുക്കാം. അപ്പൊ ഇതാണ് ബാൽക്കണി. ബാൽക്കണി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ബാൽക്കണി. അപ്പൊ ഒത്തിരി വലിയ ബാൽക്കണി ഒന്നും അല്ല, അത്യാവശ്യം 2-3 പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ ഭാഗത്തേക്ക് അത്യാവശ്യം നടക്കാനുള്ള സ്പേസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പൊ 4 സെന്റ് സ്ഥലത്ത് 1816 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ വീടിന് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പോലെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ തൊട്ടടുത്ത് നമുക്ക് വീടുകൾ വരാനുണ്ട്. അവിടെയൊക്കെ ലാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഏകദേശം ഒരു 2 കിലോമീറ്റർ, അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1816 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ ഈ വീടിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ പ്രോപ്പർട്ടി കാണുവാനും വിസിറ്റ് ചെയ്യുവാനും വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പർ എടുക്കുക, വിളിക്കുക, നല്ലൊരു ഡീൽ ഉറപ്പാക്കുക. ഇനി ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇനി നന്ദി, നമസ്കാരം.